നമസ്കാരം, സുൽദാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അലസമായിട്ടിരുന്ന ഞാനാണ്. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങൾക്ക് ബാധിക്കരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവർക്ക് ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് തയ്യാറാക്കുന്നതാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് താറാവ് കറി വെക്കാണ്. കുട്ടനാടൻ സ്റ്റൈലിൽ താറാവ് ഇറച്ചി കറി വെക്കാൻ പോകും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടുന്നത്, ഞാൻ എൻ്റെ ലാസ്റ്റ് താറാവിറച്ചി കഴിച്ചത് എൻ്റെ ചെറുതിലെയാണ്. അത് കഴിക്കാതിരിക്കാനുള്ള മെയിൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താറാവിൻ്റെ ആ ഒരു ഉളുമ്പ സ്മെല്ലാണ്. അത് പോകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ താറാവിറച്ചിയിലോട്ട് വിനാഗിരിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് തിരുമ്മി കുറേ നേരം വെച്ചതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുള്ള മീറ്റാണ് കേട്ടോ. അപ്പോൾ അന്നേരം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഭാവിച്ചതല്ല, പക്ഷേ പകുതി ആയപ്പോഴാണ് മോൻ വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് വീഡിയോ ആക്കാം. അപ്പോൾ അങ്ങനെയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ 1 കിലോ മീറ്റുണ്ട്. അതിലേക്ക് തേങ്ങാപ്പാലില്ലേ, തേങ്ങാപ്പാലിൻ്റെ 1-2 പാലും, പിന്നെ ശകലം കുരുമുളകും മഞ്ഞൾപ്പൊടിയും ശകലം ഗരം മസാലയും ഉപ്പും ഇട്ട് മിശ്രിതമായത് അതാണ് കേട്ടോ. ഇറച്ചിയിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, തേങ്ങാപ്പാൽ, ഉപ്പ്, കുരുമുളക് പൊടി ഇതിട്ട് വെച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇനിയിപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചേർക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1 കിലോ ഇറച്ചി ആയതുകൊണ്ട് അതിന് വേണ്ടുന്ന മസാലകൾ. ഇതൊരു 2.5 സ്പൂൺ മുളക് പൊടിയുണ്ട്, 2 സ്പൂൺ മല്ലിപ്പൊടിയുണ്ട്, ശകലം കുരുമുളകുണ്ട്. പിന്നെ അഡീഷണലായിട്ട് ചേർക്കുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു തക്കോലം, ഒരു പട്ടയുടെ ഒരു ചെറിയൊരു കഷ്ണം, പിന്നെ 2 ഗ്രാമ്പു, 1 ഏലക്ക. അതുകൂടാതെ നമ്മുടെ ഹോം മെയ്ഡായിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാല പൗഡറുണ്ട്, അത് നമ്മൾ ചേർക്കാൻ പറയാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം, തേങ്ങാപ്പാൽ, തേങ്ങയുടെ ഒന്നാം പാല്. പിന്നെ വേണമെന്ന് വെച്ചാൽ മീറ്റിന് ആവശ്യമായ സവാള. ഇതിപ്പം നമ്മൾ 3 സവാള അരിഞ്ഞതാണ്, 3 സവാള, 2 പച്ചമുളക്, പിന്നെ ഒരു തക്കാളി, 1.5 മുറി തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ കറിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒഴിച്ചുവിടാൻ പറ്റാത്ത ഘടകമായ നമ്മുടെ എന്താ പറയുന്നത്, കറിവേപ്പില. അപ്പോൾ നമ്മുടെ കുക്കറിനകത്ത് വേവിച്ച താറാവ് വെന്ത് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന മസാല ആഡ് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു ഏലക്ക, നമ്മൾ മുമ്പേ നേരത്തെ എടുത്ത് വെച്ച കച്ചോലം, ഒരു പട്ടയുടെ ഒരു ചെറിയ കഷ്ണം. നമ്മൾ നേരത്തെ പെട്ടെന്ന് നമ്മൾ തയ്യാറെടുത്ത വീഡിയോ ആകാത്തതുകൊണ്ട് നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയി. വേവിക്കാൻ വെച്ചിരുന്ന ആ ഒരു താറാവിറച്ചിയിലേക്ക് നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ചതച്ച് ചേർത്ത് വേവിച്ച് വെച്ചേക്കാണ്, അത് പറയാൻ വിട്ടുപോയി. ഇനിയിപ്പോൾ ഇതിപ്പം ഒരു മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേണമെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സവാള, സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ സവാള പെട്ടെന്ന് ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ശകലം ഉപ്പുപൊടി അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഉള്ളി ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പം 1.5 തക്കാളി അരിഞ്ഞ് വെച്ച് ചോപ്പ് ചെയ്ത് വെച്ചത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇനിയിപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അതിലേക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെടുത്ത് വെച്ചേക്കുന്ന മസാലകൾ. ഇപ്പം നമ്മളിപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗരം മസാലപ്പൊടി. ഇത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി വെച്ചേക്കുന്ന ഗരം മസാല കേട്ടോ. ഗരം മസാല നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് ഇപ്പോൾ 1 സ്പൂൺ ഗരം മസാല ഞാൻ എടുത്തു.
ഇതാ ഇതിലേക്ക് നമ്മൾ മസാലയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി നമ്മളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഇതൊന്ന് സെറ്റാണെന്ന് വെച്ചാൽ എനിക്ക് കളറ് ഇപ്പം മുളക് പൊടി മല്ലിപ്പൊടി മൂത്തില്ലെങ്കിലുണ്ടല്ലോ ഒരുമാതിരി വെളുത്തിരിക്കും ആ കറി. ഇവിടെ ആർക്കും ഇഷ്ടമല്ല, കുഞ്ഞു പിള്ളേർക്ക് പോലും ആ കറി ഇഷ്ടമല്ല കേട്ടോ, വെളുത്തിരിക്കണം. അപ്പോൾ ഒരു ഡാർക്ക് കളറില്ലെങ്കിൽ ആ കറി കാണാനൊരു സുഖം ഉണ്ടാകത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ജസ്റ്റ് ഈ മസാലയുടെ കൂട്ടത്തിൽ ഞാൻ ചെയ്യുന്നതുകൊണ്ട് ശകലം ഇതെന്താ പെരുംജീരകം ഇതിനകത്ത് ആഡ് ചെയ്തു ഈ മസാല. ലോ ഫ്ലെയിമിലാക്കണം കേട്ടോ, നല്ല മസാല കരിഞ്ഞു പോവേ. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന താറാവ്. അപ്പം ഇത് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ തേങ്ങാപ്പാലിലാണ്. അപ്പോൾ ഈ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും, വേവിച്ച വെള്ളം. മീറ്റിട്ടില്ല കേട്ടോ. അപ്പം അപ്പോൾ നമ്മുടെ തയ്യാറാക്കിയ മസാല എല്ലാം ഒരുവിധം തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വേണ്ട വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ താറാവ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഈ മസാലയിൽ ഇയാളൊന്ന് വേവട്ടെ. നമ്മുടെ താറാവ് എന്തുവായി നോക്കാതെ ഇപ്പോൾ വെള്ളമൊക്കെ പറ്റി ഇത് സെറ്റായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ശകലം കുരുമുളക് പൊടി, ശകലം ഗരം മസാല ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ഈ താറാവിൽ മെയിൻ ഒരാൾ, അതായത് തേങ്ങയുടെ 1/4 പാൽ ഇത് ഒഴിച്ചു കൊടുക്കും. ഫൈനലി നമ്മുടെ താറാവ് കറി ദേ ഇവിടെ മൺചട്ടിയിൽ സെറ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് അലങ്കരിക്കാം കേട്ടോ. ഇതിന് ഒരു മേമ്പൊടിയായിട്ട് ഇച്ചിരി മല്ലിയിലയൊക്കെ ഇട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യാനും, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ അത് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ ഇതിനുള്ള അഭിപ്രായം രേഖപ്പെടുത്തി എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുന്നു. താങ്ക് യു.